നേരെ പോകുന്നത് ഇറാനിലെ അതല്ലെങ്കിൽ പശ്ചിമേഷ്യൻ സാഹചര്യത്തിലേക്കാണ്. കുറച്ചൊന്ന് സന്തോഷിക്കാൻ വകയുണ്ട് വാർത്ത. കാരണം ഇറാനെതിരെ ഇന്ന് നടത്താനിരുന്ന ആക്രമണം റദ്ദാക്കിയെന്ന് പറയുകയാണ് ട്രംപ്. ഗൾഫ് രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചാണ് തീരുമാനം. വെടിനിർത്തലിനായി ഗൗരവതരമായ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നും ട്രംപ് അറിയിച്ചു. സഖ്യകക്ഷികൾക്ക് സ്വീകാര്യമായ ചർച്ച നടത്തുന്നുണ്ട് എന്നും US പ്രസിഡന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അഖില CP വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഖില, ഗുഡ് മോർണിംഗ്. ഗൾഫ് രാജ്യങ്ങളുടെ വലിയ സമ്മർദ്ദം ട്രംപിന് മേലുണ്ടായിരുന്നു. ഇപ്പോൾ തീരുമാനം എന്താണെങ്കിലും പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെ? ഇനിയിപ്പോൾ ട്രംപ് ആയ സ്ഥിതിക്ക് ഏതെങ്കിലും രീതിയിൽ മാറാനുള്ള സാധ്യത കൂടെ നിലനിൽക്കുന്നോ? ഗുഡ് മോർണിംഗ് സേതു. അത് തന്നെയാണ്, ട്രംപ് ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥയാണ്. ഇപ്പോൾ നിലവിലെ സാഹചര്യം അനുസരിച്ച് ഗൾഫ് രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ഇറാനെതിരെയുള്ള ആക്രമണം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ അറിയിച്ചിട്ടുള്ളത്. സൗദി കിരീടാവകാശി, ഖത്തർ അമീർ, UAE പ്രസിഡന്റ് എന്നിവരെല്ലാം ചേർന്നുള്ളൊരു അഭ്യർത്ഥന മാനിച്ചാണ് ഇപ്പോൾ ഉള്ളൊരു ആക്രമണം നിർത്തിവെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ട്രംപ് അറിയിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇറാനെതിരെ വലിയ രീതിയിലുള്ള പ്രകോപനപരമായ പരാമർശങ്ങളായിരുന്നു ട്രംപ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് ഈ സമയം വളരെ വിലപ്പെട്ടതാണ്, ഇറാന്റെ മുന്നിൽ ഇനി സമയമില്ല, ദ ക്ലോക്ക് ഈസ് ടിക്കിംഗ് എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള ഭീഷണിയായിരുന്നു ഇറാനെതിരെ ട്രംപ് മണിക്കൂറുകൾ കൂടുമ്പോൾ തന്നെ നടത്തിക്കൊണ്ടിരുന്നത്. അത് ഇത്തരത്തിലുള്ളൊരു ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കുന്നു എന്നുള്ളൊരു രഹസ്യ വിവരങ്ങളും ഉണ്ടായിരുന്നു. ഇറാനെതിരെ അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഒരുപക്ഷെ ആക്രമണം വ്യാപിപ്പിച്ചേക്കാം എന്നുള്ളൊരു സൂചനകളും വന്നിരുന്നു. ആ സാഹചര്യത്തിലാണ് ഗൾഫ് രാജ്യങ്ങൾ ഇടപെട്ടത്. ഒരുപക്ഷെ അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ ഇറാനിന് മുന്നിലുള്ള ഒരു പോംവഴി ഗൾഫ് രാജ്യങ്ങളെ കഴിഞ്ഞ മാസങ്ങളിൽ ആക്രമിച്ചതുപോലെ ആക്രമിക്കുക എന്നുള്ളതായിരിക്കും. അത് മുന്നിൽ കണ്ടായിരിക്കണം ഒരുപക്ഷെ ഗൾഫ് രാജ്യങ്ങൾ ആദ്യം ഇടപെട്ട് ഇത്തരത്തിലുള്ളൊരു സമവായ നീക്കത്തിന് തയ്യാറാകണം എന്നുള്ളത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് പറഞ്ഞത്. എന്തായാലും മേഖലയിൽ വലിയൊരു ആശ്വാസമായിട്ടുള്ള ഒരു നടപടിയാണ്. ഒരുപക്ഷെ ഇനിയും ആക്രമണം ഇറാന് നേരെ തുടർന്നിരുന്നെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങളൊക്കെ വളരെ വലുതാകുമായിരുന്നു. അതിനിടയിൽ വലിയൊരു ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണിത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഒരു സമാധാന സാഹചര്യമാണുള്ളത്. ഇനിയൊരു പക്ഷേ കരാറിൽ എത്രയും പെട്ടെന്ന് സമാധാന കരാറിൽ ഏർപ്പെട്ടില്ലെങ്കിൽ വലിയ രീതിയിലുള്ള ആക്രമണം വ്യാപിപ്പിക്കും എന്നുള്ളൊരു കാര്യവും അമേരിക്കൻ പ്രസിഡന്റ് വ്യക്തമാക്കുന്നുണ്ട്. ഒരുപക്ഷെ എത്രയും പെട്ടെന്ന് സമാധാന കരാറിൽ എത്താനുള്ള നീക്കങ്ങളായിരിക്കും ഇനി ട്രംപ് നടത്തുക. സേതു, ഓക്കെ, ശരി അഖില, ശരി. ഇപ്പം നിലവിൽ സമാധാനമാണ്, പച്ചക്കൊടിയാണ് വീശിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വെള്ളപ്പുക ഉയർന്നിരിക്കുന്നു. പക്ഷേ ട്രംപിൻ്റെ കാര്യമായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല ഏത് തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നുള്ളത്. കരാറുകളിലൊക്കെ ഒരു അന്തിമ തീരുമാനമാകട്ടെ. ഉപാധികളൊക്കെ പരസ്പരം വിട്ടുവീഴ്ചയ്ക്ക് മുതിർന്നുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അംഗീകരിക്കട്ടെ അല്ലേ?